രോഗം ശരീരത്തെ തളർത്തിയപ്പോഴും മനസ്സിനെ തളരാൻ അനുവദിക്കാതെ മോഹങ്ങളൊക്കെ ഒരു ക്യാൻവാസിൽ വരച്ചിട്ട ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിരവധി പ്രമുഖരായ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇലക്ഷനിൽ ചുവരെഴുതിയ മനോജ് ഇന്ന് വീൽ ചെയറിലിരുന്ന് സ്ഥാനാർത്ഥിയെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, ലാലിക്ക് വേണ്ടി ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുകയാണ്. 4 വർഷമായി വീൽ ചെയറിലാണ് ജീവിതം. വലിയ ഫ്ലെക്സുകളും പോസ്റ്ററുകളും സ്ഥാനാർത്ഥികൾക്കായുള്ള പാരഡി സിനിമാ ഗാനങ്ങളുമൊക്കെ പ്രചരണത്തിൽ കളം പിടിക്കുമ്പോഴും വിവിധ വർണ്ണത്തിൽ മതിലുകൾ നിറഞ്ഞിരിക്കുന്ന ചുവരെഴുത്തുകൾ ഇന്നും ഇലക്ഷൻ കാലത്തെ മായാത്ത കാഴ്ചകളാണ്. തിരുവനന്തപുരം പള്ളിച്ചലിൽ കൈതൂർക്കോണം വാർഡിൽ പാർട്ടി ഓഫീസിന് മുന്നിലെത്തിയാൽ അത്രയും ഭംഗിയിൽ വ്യത്യസ്തമായി ഉയർന്നു നിൽക്കുന്നൊരു ക്യാൻവാസ് കാണാം. സഖാവ് ലാലിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആ ക്യാൻവാസിന് പിന്നിൽ കണ്ണീരിന്റെയും വീണുടഞ്ഞ മോഹങ്ങളുടെയും ഒരു വലിയ കഥ തന്നെയുണ്ട്. 4 വർഷം മുൻപ് വരെ ഇലക്ഷൻ കാലമായാൽ നിന്ന് തിരിയാൻ നേരമില്ലായിരുന്നു മനോജിന്. തിരുവനന്തപുരം ജില്ലയിലെ തിരക്കേറിയ അറിയപ്പെടുന്ന ചുവരെഴുത്തുകാരൻ. ചാൾസ് എംപിക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ചുവരെഴുതിയത്. 37 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷേ ഇത്രയും കാലയളവിനുള്ളിൽ ഇപ്പോൾ പെട്ടെന്നുള്ള ഇങ്ങനെ ഒരു ഇതായപ്പോൾ മാനസികമായിട്ട് വളരെയധികം തളർത്തി. 37 വർഷക്കാലം പ്രമുഖർക്കായി ചുവരെഴുതി. ഭാര്യ ലാലി സ്ഥാനാർത്ഥിയാകുമ്പോൾ ചുവരെഴുതാൻ പറ്റാത്തതിന്റെ നിരാശ മനോജിന്റെ മിഴികളിലുണ്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ചുമരൊന്ന് എഴുതണമെന്ന്. പക്ഷെ എൻ്റെ ചേട്ടൻ അത് എഴുതാൻ പറ്റൂല. എനിക്ക് വേണ്ടിയിട്ടൊരു ബോർഡെങ്കിലും എഴുതാൻ പറ്റിയത് വളരെ സന്തോഷമായിരുന്നു. രോഗം പാരമ്പര്യമെങ്കിലും ചികിത്സിച്ചാൽ ഒരു പരിധിവരെ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ചിലവ് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നുള്ളത് ഈ കുടുംബത്തെ തളർത്തുകയാണ്. കരഞ്ഞിറഞ്ഞ് ഇനി കണ്ണിൽ കണ്ണീരില്ല. അത് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. ഭക്ഷണം കഴിക്കാൻ തന്നെ മറ്റൊരാളുടെ ആശ്രയം. അതുപോലെ കിടക്കുമ്പോൾ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വയ്ക്കുമ്പോൾ തന്നെയും ഒരാളിൻ്റെ ഇപ്പോൾ അത് ആലോചിച്ചിട്ട് കാര്യമില്ല. എല്ലാം വിധി. ചുവരെഴുത്ത് മാത്രമല്ല, വേറെയും ചില്ലറ ഞെട്ടിക്കുന്ന കഴിവുകൾ മനോജിന്റെ കൈവശമുണ്ട്. ഇടങ്കൈയുടെ ചലനശേഷി ഏറെക്കുറെ നഷ്ടമായിരിക്കുന്നു. മനസ്സെത്തുന്നിടത്ത് കൈയെത്തുന്നില്ല. വലങ്കൈ കൊണ്ടും ബ്രഷ് പിടിക്കാൻ പറ്റാതാകുമോ എന്ന ഭയം മനോജിനെ അലട്ടുന്നുണ്ട്. ആ ഭയം ഉള്ളിലൊതുക്കി പ്രിയപ്പെട്ട ഭാര്യ ലാലിക്കായി കഴിയുന്നത്ര ക്യാൻവാസുകൾ വരച്ചുകൂട്ടുകയാണ് അയാൾ. കാലം തനിക്ക് ചുറ്റും സൃഷ്ടിച്ച എല്ലാ പ്രതിസന്ധികൾക്കും നടുവിൽ നിന്നുകൊണ്ട് ആർട്ടിസ്റ്റ് മനോജ് തൻ്റെ വർക്ക് തുടരുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ ലാലിക്ക് വേണ്ടി ബോർഡുകൾ എഴുതുകയാണ്. ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ഒരു അരനൂറ്റാണ്ട് കാലം പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കൾക്കും വേണ്ടി ചുമരെഴുതിയ മനുഷ്യൻ. പിന്നീട് ശരീരം തളർന്നു, പക്ഷേ മനസ്സ് തളർന്നില്ല. കലയോടുള്ള സ്നേഹം, അഭിനിവേശം എത്രത്തോളം ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനോജിന്റെ ഓരോ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇപ്പം എന്തായാലും കുറേ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, പ്രിയതമയ്ക്ക് വേണ്ടി തന്നെ ആ ചായം കയ്യിലെടുക്കുമ്പോൾ മുഖത്ത് വലിയ സന്തോഷമുണ്ട്, പ്രചോദനമാണ് മനോജ്. അതോടൊപ്പം തന്നെ അങ്ങനെ ചായം പൂശുന്ന ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഉള്ളും നിറയുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട മനോജിനെ തിരുവനന്തപുരത്തുകാരായ പലരും ഇതിനു മുൻപ് തിരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളവരാവും അല്ലേ. പക്ഷേ ആളിപ്പോൾ ഇതാ ഈ അവസ്ഥയിലാണ്. ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും തന്നെ നമുക്ക് പറയാം. ആ രോഗത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ മനോജിന് തന്നെ അറിയില്ല. പക്ഷേ പാരമ്പര്യമായി പകർന്നു കിട്ടിയ ഒരു രോഗമാണ്. അമ്മയ്ക്കും ഉണ്ടായിരുന്നു, സഹോദരങ്ങൾക്കും വന്നു, ഇപ്പോഴിതാ മനോജിനും വന്നു. ആദ്യം കാലുകൾക്കാണ് തളർച്ച സംഭവിച്ചത്. പിന്നീട് ഇടങ്കൈ ഇപ്പം ആവശ്യാനുസരണം മനസ്സ് പറയുന്നത് പോലെ ഉയർത്താനോ അല്ലെങ്കിൽ ആ കൈകൊണ്ട് എന്തെങ്കിലും എടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് മനോജിന്റെ ഉള്ളിലൊരു ഭയമുണ്ട്. വലത്തെ കൈക്കും അങ്ങനെ തന്നെ വരും എന്നൊരു തോന്നല് ഭീകരമായി തന്നെ മനോജിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിൽ ചികിത്സ നടത്തിയാൽ, ഇപ്പം സത്യം പറഞ്ഞാൽ പണമില്ലാത്തത് കൊണ്ട് ചികിത്സ ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ ചികിത്സ ചെയ്യാത്താൽ ഈ ഒരു അവസ്ഥയിലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയി പോകുമോ എന്നൊരു ഭയം മനോജിനെയും കുടുംബത്തെയും അലട്ടുന്നുണ്ട്. 2 മക്കളാണ് മനോജിനുള്ളത്. നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ. ഒരു പെൺകുട്ടി, അവൾ IAS കോച്ചിങ്ങിലാണ്. അതുപോലെ തന്നെ മകനുണ്ട്, +2 കഴിഞ്ഞ് നിൽക്കുന്നു. അങ്ങനെ ആ കുടുംബം മനോജിനെ ചേർത്ത് നിർത്തുകയാണ്. പ്രതിസന്ധികളിലൊക്കെ തളരാതെ ഉയർത്തെഴുന്നേൽക്കാൻ മനോജിന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത് കുടുംബമാണ്. ഭാര്യ ലാലി ഇപ്പോൾ ഇലക്ഷന് നിൽക്കുകയാണ്. ഒരുപാട് പേർക്ക് വേണ്ടി, നമ്മുടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, ശശി തരൂർ അടക്കമുള്ളവർക്ക് വേണ്ടി ചുവരെഴുതിയ കൈകളാണ് മനോജിൻ്റേത്. ഇപ്പോൾ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഉദ്ദേശിച്ച പോലെ സാധിക്കുന്നില്ലെങ്കിൽ കൂടെ ഭാര്യ
ലാലിക്ക് വേണ്ടി അദ്ദേഹം ക്യാൻവാസിൽ ഒരു ലാലിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ക്യാൻവാസ് തയ്യാറാക്കിയിരിക്കുകയാണ്. അതവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ലാലിക്ക് തന്നെ ഒരു വലിയ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷമാണ് തോന്നുന്നത്. അവരുടെ തളർന്നെങ്കിലും മനസ്സ് തളർന്നില്ല എന്നുള്ളതാണ്. കട്ട സപ്പോർട്ടായി ഫാമിലി കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ച.